കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജോലിക്കാരൊക്കെ ആ അപകടത്തിൽ മരിച്ചുപോയി. വളരെ കുറച്ചു പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ആ രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഈ കച്ചവടക്കാരനും ഉണ്ടായിരുന്നു. തന്റെ കയ്യിൽ കിട്ടിയ 10 ചീനഭരണിയുമായിട്ട് ഒരു പത്തേമാരിയിൽ കയറിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അങ്ങനെ ആ പത്തേമാരി കരയ്ക്കടുത്തപ്പോൾ അടുത്ത് കണ്ട വീട്ടിൽ അദ്ദേഹം കയറി ചെന്നു. പാണ്ടമ്പറത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു ഈ വീട്. വളരെ കഷ്ടപ്പെട്ടായിരുന്നു അദ്ദേഹം ആ സമയത്ത് കഴിഞ്ഞിരുന്നത്. അന്നന്നത്തെ ഭക്ഷണത്തിനുള്ള വക പോലും കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. വീട്ടിലാകട്ടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ കച്ചവടക്കാരൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇല്ലത്തിന്റെ മുറ്റത്ത് കയറി നിന്ന് ആ കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഭട്ടതിരിയും അദ്ദേഹത്തിന്റെ ഭാര്യയും 4-5 മക്കളും അന്ന് കിട്ടിയ ഭക്ഷണം എങ്ങനെയെങ്കിലും ഒക്കെ വീതിച്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആര് വിളിക്കുന്നത് കേട്ട ഉടനെ തന്നെ ഭട്ടതിരി കഞ്ഞി കുടിക്കാതെ വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴാണ് മുറ്റത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടത്. അദ്ദേഹം ഭട്ടതിരിയെ കണ്ട ഉടനെ പറഞ്ഞു, ഞാനൊരു കപ്പൽ കച്ചവടക്കാരനാണ്. കഷ്ടകാലമെന്ന് പറയട്ടെ, എന്റെ കപ്പലിന് അപകടം പറ്റി. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം എന്ന് പറഞ്ഞു. ആ ഇല്ലത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അന്ന് കിട്ടിയത് തന്നെ ഒരു 2-3 ദിവസം കൂടി കിട്ടുന്ന ഭക്ഷണമാണ്. ഇവരെല്ലാവരും വിശപ്പോടെ ആ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്ന് ഭക്ഷണം തരാമോ എന്ന് ചോദിക്കുന്നത്. ഈ കച്ചവടക്കാരന്റെ മുഖഭാവവും അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഭട്ടതിരിക്ക് ആകെ സങ്കടമായി. അദ്ദേഹം ഉടനെ തന്നെ അകത്തുപോയി ഉണ്ടായിരുന്ന കഞ്ഞി എടുത്തുകൊണ്ട് വന്ന് കച്ചവടക്കാരന് കൊടുത്തു. കച്ചവടക്കാരനാകട്ടെ ആ കഞ്ഞി കിട്ടിയത് വളരെ ആർത്തിയോടെ കുടിക്കാൻ തുടങ്ങി. അയാൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടെത്തിയതല്ലേ അയാൾ. അപ്പോൾ അയാൾ ആർത്തിയോടെ ആ കഞ്ഞി കുടിക്കുന്നത് ഭട്ടതിരി വളരെ സ്നേഹത്തോട് നോക്കിക്കൊണ്ട് നിന്നു. കഞ്ഞി കുടിച്ചതിന് ശേഷം കച്ചവടക്കാരൻ ഭട്ടതിരിയോട് പറഞ്ഞു, എനിക്കിപ്പോൾ കുറച്ച് കഞ്ഞി മാത്രമാണ് തന്നത് എന്ന് വിചാരിക്കരുത്. അങ്ങ് എന്റെ ജീവൻ തന്നെയാണ് തിരിച്ചു തന്നത്. ഈ കഞ്ഞിയുടെ സ്വാദ് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ ഈ ഉപകാരത്തിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും തരാൻ ഇപ്പോൾ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ തീർച്ചയായും അങ്ങേക്ക് ഇതിനുള്ള സമ്മാനം ഞാൻ തന്നിരിക്കും. അതെന്റെ വാക്കാണ്. ഇനി ഒരു സഹായം കൂടി എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി ചോദിച്ചു, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? ഭട്ടതിരിയുടെ ഉള്ളിൽ പേടിയാണ്. ഇനി കാശെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ കയ്യിൽ കൊടുക്കാനില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു 10 ചീനഭരണിയായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇത് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി വരുന്നത് വരെ ഇതൊന്ന് ഈ ഇല്ലത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സൂക്ഷിച്ചു വയ്ക്കണം. ഭട്ടതിരി പറഞ്ഞു, ഇവിടെ സ്ഥലം കുറവാണ്, എന്നാലും ഉള്ള സ്ഥലത്ത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം. പക്ഷെ ഭരണിയിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങത് എടുത്തുകൊണ്ട് പോകണം. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ ചിലപ്പോൾ കാണാതെ പോകാൻ സാധ്യതയുണ്ട്. അത്ര അടച്ചുറപ്പൊന്നും ഇല്ലാത്ത ഒരു വീടാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല. കുറച്ച് തുവരപ്പരിപ്പ് നിറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഭട്ടതിരി അവിടെ ഈ ചീനഭരണിയൊക്കെ വെക്കാനായിട്ട് സമ്മതിച്ചു. കച്ചവടക്കാരൻ ഉടനെ തന്നെ ഭരണികളൊക്കെ അടച്ചു കെട്ടി മുദ്രയും വെച്ച് ഇല്ലത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇവരോട് യാത്രയും പറഞ്ഞ് തിരിച്ചുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഇല്ലത്ത് വീണ്ടും ഭക്ഷണമില്ലാത്ത ഒരവസ്ഥയായി. ഉച്ചയായപ്പോഴേക്കും കുട്ടികൾക്കെല്ലാം വിശപ്പ് സഹിക്കാൻ വയ്യാതെയായി. അവർ കരയാൻ തുടങ്ങി. ഭട്ടതിരിക്കും ഭാര്യയ്ക്കും വിശപ്പ് കൊണ്ടും മക്കള് കരയുന്നത് കണ്ടും ആകെ അവര് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭട്ടതിരിയുടെ ഭാര്യ പറഞ്ഞു, ആ ഭരണികളിൽ തുവരപ്പരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കുറച്ചെടുത്തിട്ട് തൽക്കാലം കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ? ഇപ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും അവർ തിന്നോളൂ. നമുക്കൊന്നും വേണ്ട, അവർക്ക് മാത്രം എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് വെച്ചു കൊടുത്തൂടെ? അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു. പക്ഷെ ഒരാള് നമ്മളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചതല്ലേ ഈ സാധനങ്ങൾ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അയാളുടെ അനുവാദമില്ലാതെ ഇത് തുറക്കുന്നത്? മരിച്ചാലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മുടെ മക്കളുടെ ജീവനാണ് ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരു പാപവും വരികയില്ല. അത് മാത്രമല്ല, അദ്ദേഹം വരുന്നതിന് മുൻപ് നമുക്ക് എടുത്തത് എത്രയാണോ അത്ര തിരിച്ചും വയ്ക്കാം. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ അവസ്ഥ അറിഞ്ഞാൽ അദ്ദേഹം തന്നെ നമുക്കിത് എടുത്തു തരുമായിരുന്നു. വിശന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ നിർബന്ധം സഹിക്കാനാവാതെ ഭട്ടതിരി എന്തു ചെയ്തു?
കുറച്ച് പരിപ്പെടുക്കാനായിട്ട് ഒരു ഭരണിയുടെ കെട്ടഴിച്ചു. ഭരണിക്കകത്തേക്ക് കൈയിട്ട് പരിപ്പ് വാരിയെടുക്കാനായിട്ട് നോക്കി. പക്ഷെ വാരിയെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായത്. ഇതിൽ തുവരപ്പരിപ്പ് മാത്രമല്ലല്ലോ, വേറെന്തോ സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെ വാരിയെടുത്തത് പുറത്തു കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് എന്താണ്, അതില് തുവരപ്പരിപ്പും കുറച്ച് സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിനകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് ഒരു വിളക്കൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഭരണികളിൽ നിറച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നോക്കി. അപ്പോഴാണ് കാണുന്നത് ഇതിന്റെ മുകളിൽ മാത്രമേ കുറച്ച് തുവരപ്പരിപ്പുള്ളൂ, ബാക്കിയൊക്കെ സ്വർണ്ണ നാണയങ്ങളാണ്. 10 ഭരണികളും പരിശോധിച്ചപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ 9 ഭരണികളും അദ്ദേഹം ഭദ്രമായിട്ട് എങ്ങനെയാണോ കച്ചവടക്കാരനെ ഏൽപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ കെട്ടിവെച്ചു. ഒരു ഭരണിയിൽ നിന്ന് മാത്രം ഒരു പവൻ എടുത്തു കൊണ്ടുപോയി വിറ്റ് അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങി ഇല്ലത്ത് കൊണ്ടുവന്നു. ഭാര്യയാകട്ടെ അപ്പോൾ തന്നെ എല്ലാം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. അവരും കഴിച്ചു. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടതിരി വിചാരിച്ചു, ഇനിയും ഇങ്ങനെ ദാരിദ്ര്യം സഹിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ എന്തായാലും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ആ കച്ചവടക്കാരൻ വരുന്നത് വരെ തൽക്കാലം ഞാനിത് ഉപയോഗിക്കാം. അയാൾ വരുന്നതിന് മുൻപ് ഇത് പഴയതുപോലെ ആക്കി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഭരണിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൂടി എടുത്ത് വീടൊക്കെ നന്നാക്കി ഒരു മാളികയൊക്കെ പണിയിച്ച് ആ ഭരണിയിൽ ഉണ്ടായിരുന്ന പണത്തിന് വസ്തുക്കളും പാത്രങ്ങളും ഒക്കെ വാങ്ങി. അങ്ങനെ നന്നായി ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. ആ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിക്കാൻ തുടങ്ങി. ആ മിച്ചം വെച്ച പണം കൊണ്ട് അദ്ദേഹം ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഭരണിയിലാക്കുകയും ചെയ്തു. അങ്ങനെ 5-8 കൊല്ലം കൊണ്ട് അദ്ദേഹം ആ ഭരണി പഴയ പോലെ ആക്കി. എങ്ങനെയാണോ കച്ചവടക്കാരനെ ഏൽപ്പിച്ചിരുന്നത് അതുപോലെ അടച്ചു കെട്ടി മുദ്രയിട്ട് വയ്ക്കുകയും ചെയ്തു. പിന്നെ ഒരു 10 ഭരണികൾ കൂടി അദ്ദേഹം വാങ്ങി. എന്നിട്ട് അവയിലും സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു വെച്ചു. അതും കച്ചവടക്കാരൻ തന്നതുപോലെ അടച്ചു കെട്ടി മുദ്ര വെച്ചു. ആ സമയത്താണ് കച്ചവടക്കാരൻ ഒരു കപ്പലിൽ കുറെ സാധനങ്ങളൊക്കെ കയറ്റി അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും 12 വർഷം കഴിഞ്ഞിരുന്നു അദ്ദേഹം അവിടെ വന്ന് പോയിട്ട്. കരയ്ക്കിറങ്ങി. എന്നിട്ട് അയാൾ ഭരണി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന വീട് അന്വേഷിച്ച് പുറപ്പെട്ടു. പക്ഷെ ആ സ്ഥലത്ത് നോക്കിയപ്പോൾ പഴയ ഇല്ലമൊന്നും കാണാനില്ല. അയാൾക്ക് ആകെ സംശയമായി. എന്നിട്ട് ആളുകളോട് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ആ ഇല്ലം തന്നെയാണത്. ഇപ്പോൾ മാളികയാക്കി പുതുക്കി പണിഞ്ഞതാണ്. അവിടെയുള്ള ഭട്ടത്തിരിക്ക് ഒരു നിധി കിട്ടിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നന്നായി ജീവിക്കുകയാണ് ഇപ്പോൾ എന്നൊക്കെ ഈ കച്ചവടക്കാരൻ അറിയാനിടയായി. അത് കേട്ടപ്പോൾ തന്നെ കച്ചവടക്കാരന് മനസ്സിലായി, നിധി കിട്ടി എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അദ്ദേഹം തന്റെ ചീനഭരണി തുറന്ന് അതിലെ സ്വർണ്ണ നാണയങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താൻ ഏൽപ്പിച്ചിരുന്ന ഭരണിയൊന്നും ഇയാൾ തിരിച്ചു തരാൻ പോകുന്നില്ല എന്ന കാര്യവും അയാൾക്ക് ഏകദേശം ഉറപ്പായി. എന്തായാലും ഒന്ന് പോയി ചോദിച്ചു നോക്കുക തന്നെ. ഇദ്ദേഹത്തോട് തനിക്ക് കടപ്പാടുണ്ട്. അദ്ദേഹം തന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. എങ്കിലും എന്താണ് അദ്ദേഹം പറയുക എന്നറിയണമല്ലോ. അങ്ങനെ അദ്ദേഹം ആ മാളികയിലേക്ക് കയറി ചെന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പണ്ടത്തെ പോലെ വിളിച്ചു ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഭട്ടതിരി ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഓടി വന്ന് വളരെ ആദരവോടുകൂടി കച്ചവടക്കാരനെ വിളിച്ച് അകത്തിരുത്തി. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കച്ചവടക്കാരന് വിരുന്ന് സൽക്കാരമൊക്കെ നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഭരണിയിൽ ഒന്ന് തുറക്കുകയും അതിൽ നിന്ന് അല്പ സ്വർണ്ണ നാണയങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു എനിക്കിവിടെ. എന്ന് മാത്രമല്ല, ഞാൻ എടുത്തത് പലിശ സഹിതം അങ്ങേ തിരിച്ചേൽപ്പിക്കുന്നതുമായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം 10 ഭരണികളും കച്ചവടക്കാരനെ തിരിച്ചേൽപ്പിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയതായിട്ട് വാങ്ങിയ 10 ഭരണികളും ഉണ്ടല്ലോ, അതും കൂടി കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിവിടെ 10 ഭരണികൾ മാത്രമേ അങ്ങയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റ് 10 ഭരണികൾ എൻ്റെ അല്ല. ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, നിങ്ങളിത് എന്നെ ഏൽപ്പിച്ചിട്ട് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഞാനത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതുകൂടി അങ്ങേക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, എന്റെ ഭരണികൾ സൂക്ഷിക്കാൻ ഒരു ഇടം തന്നതിന് അങ്ങേക്ക് അങ്ങോട്ടാണ് ഞാൻ പണം തരേണ്ടത്. അതല്ലാതെ ഇതിന് പലിശ വാങ്ങുന്നത് ന്യായമല്ലല്ലോ. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ആവശ്യത്തിന് പണം ഉണ്ടാവുന്നുണ്ട്. ഇത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അങ്ങയെ ഏൽപ്പിക്കുന്നത്. ഇതങ്ങ് വാങ്ങിയില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ പണത്തിൽ നിന്ന് എടുത്തതിന്റെ ഒരു വിഷമം എപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കും. ഇത് എൻ്റെ പശ്ചാത്താപമായിട്ട് കാണണം എന്ന് പറഞ്ഞു. കച്ചവടക്കാരൻ ഒരു തരത്തിലും അതിന് സമ്മതിക്കുമായിരുന്നില്ല.
ഇവിടെ കൊണ്ടുവന്ന് വെച്ച 10 ഭരണികളും പഴയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു നഷ്ടവും അങ്ങ് വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് പണം ഉണ്ടായി എന്നുള്ളത് അങ്ങയുടെ ഭാഗ്യവും മിടുക്കുമാണ്. ഇതെല്ലാം അങ്ങയുടേത് തന്നെയാണ്. എനിക്ക് ഇത് വാങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം തർക്കിച്ചു. അവസാനം എന്തായി? കച്ചവടക്കാരൻ തന്റെ 10 ഭരണികൾ മാത്രം എടുത്ത് ഭട്ടത്തിരിയെ കൊണ്ട് നിർബന്ധിച്ച് മറ്റ് 10 ഭരണികളും ഇല്ലത്ത് തന്നെ കൊണ്ടുവയ്പ്പിക്കുകയും ചെയ്തു. എന്നിട്ട് കച്ചവടക്കാരൻ തന്റെ കയ്യിലിരുന്ന ഒരു ഭരണി ഭട്ടത്തിരിക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതങ്ങനെ വെറുതെ കൊടുക്കുകയല്ലേ ചെയ്തത്. അതിൽ പൂവും നീരും വെറ്റിലയും പാക്കും ഒക്കെ ഇട്ടിട്ടാണ് കൊടുത്തത്. ഭട്ടത്തിരിക്ക് പക്ഷെ അത് വാങ്ങാനും വിഷമമായിരുന്നു. എന്നാലും കച്ചവടക്കാരൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചു. ആ ഭരണിയാണ് കോടൻ ഭരണി. അതിന്റെ വായ അല്പം കോടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അതിന് കിട്ടിയത് എന്നാണ് പറയുന്നത്. ഇത് ഭട്ടത്തിരിയെ ഏൽപ്പിച്ചിട്ട് കച്ചവടക്കാരൻ പറഞ്ഞു, ഇതിന്റെ വായ അല്പം കോടിയിട്ടുള്ളതാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇത് വളരെ ഐശ്വര്യമുള്ള ഒരു ഭരണിയാണ്. ഈ ഭരണി ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും കാശില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അത് വളരെ രുചികരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ് മറ്റ് 9 ഭരണികളും എടുത്തുകൊണ്ട് ഈ കച്ചവടക്കാരൻ അവിടെ നിന്ന് യാത്രയായി. ഭട്ടത്തിരിയാകട്ടെ ആ കോടൻ ഭരണിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മറ്റ് ഭരണികളിലും കുറച്ചു കുറച്ചായിട്ട് വെച്ചിട്ട് ആ കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാൻ തുടങ്ങി. ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ എത്ര നാള് കഴിഞ്ഞാലും മാങ്ങയുടെ ആ പച്ച നിറം മാറുകയില്ല എന്നാണ് പറയുന്നത്. അതിന്റെ സ്വാദ് ഇങ്ങനെയാണ് എന്ന് വിവരിക്കാൻ കഴിയില്ല. അത് കഴിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത് എത്ര രുചിയുള്ളതാണ് എന്ന്. അസുഖമൊക്കെ വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാത്തവർ ഈ ഉപ്പുമാങ്ങ കൂട്ടിയിട്ട് എത്ര കഞ്ഞി വേണമെങ്കിലും കുടിക്കും എന്നാണ് കഥ പറയുന്നത്. അത്രയ്ക്കുണ്ട് ആ ഉപ്പുമാങ്ങയുടെ സ്വാദ്. ഈ മാങ്ങയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ കൂടി പറയാം. ഒരു ദിവസം കുറെ നമ്പൂതിരിമാര് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നല്ല രുചിയായിട്ടുള്ള അത്താഴമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു നമ്പൂതിരി മറ്റൊരു നമ്പൂതിരിയോട് പറഞ്ഞു, അത്താഴമൊക്കെ കൊള്ളാം, പക്ഷെ ആ പാണ്ടമ്പരത്തെ ഉപ്പുമാങ്ങയുടെ ഓരോ കഷ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്ന് പറഞ്ഞു. നമ്പൂതിരിമാർക്ക് അത്താഴം കൊടുത്തിരുന്ന മഹാരാജാവ് ഇത് കേൾക്കാനിടയായി. അന്ന് രാത്രി തന്നെ ഈ രാജാവ് ആളെ അയച്ച് ഈ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി പിറ്റേ ദിവസം അത്താഴത്തിന് കൊടുത്തു എന്നാണ് കഥ. രുചിയുള്ള ഈ ഉപ്പുമാങ്ങ നമുക്കൊന്ന് കഴിച്ചു നോക്കണമായിരുന്നല്ലേ. അപ്പോൾ ഇതാണ് പാണ്ടമ്പരത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയുടെ കഥ. മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച.